മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഈ ഒരൊറ്റ സിനിമ കൊണ്ട് ലോകപ്രസിദ്ധമായ ഒരു സ്വർണ്ണഖനിയാണ് KGF അഥവാ കോലാർ ഗോൾഡ് ഫീൽഡ്സ്. ഒരിക്കൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനിയായിരുന്ന ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ടും സ്വർണത്തിന്റെ വേർതിരിക്കൽ പ്രക്രിയ അന്നത്തെ സ്വർണ്ണവിലയ്ക്കനുസരിച്ച് ലാഭകരമല്ലാത്തതിനാലും 2000ങ്ങളുടെ തുടക്കത്തിൽ അടച്ചുപൂട്ടപ്പെടുകയാണ് ഉണ്ടായത്. സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് സാങ്കല്പിക കഥയാണെങ്കിലും സിനിമാ കഥയെ വെല്ലുന്നൊരു ട്വിസ്റ്റാണ് KGFന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പണ്ട് സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ച ടൈലിംഗ് ഡംപുകൾ എന്ന സ്വർണ്ണമടങ്ങുന്ന അവശിഷ്ടങ്ങൾ ലേലം ചെയ്യുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. KGFന് ഏകദേശം 33 ദശലക്ഷം ടൺ ടൈലിങ്ങുകൾ ഉണ്ടെന്നും ഇന്ന് അതിന്റെ ധാതുമൂല്യം 30,000 കോടി രൂപ വരെയാണെന്നും കണക്കുകൾ പറയുന്നു. NFTDC നടത്തിയ സർവേയിൽ ഈ ടൈലിങ്ങുകളിൽ പ്ലാറ്റിനം ഘടകങ്ങളായ റോഡിയം, പലേഡിയം മുതലായവ കണ്ടെത്തിയിട്ടുണ്ട്. പ്ലാറ്റിനത്തിനൊക്കെ ഇപ്പോൾ എന്താ ഒരു ഡിമാൻഡ്, അപ്പോൾ ഇതെന്തായാലും കലക്കും. ടൈലിംഗ് ഡംപിലെ 1 ടൺ സംസ്കരിച്ച അയിരിൽ നിന്നും ഏകദേശം 2 ഗ്രാം സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. സ്വർണത്തിനും പലേഡിയത്തിനും 1 ഗ്രാമിന് 6000 രൂപ മൂല്യം കണക്കാക്കിയാൽ 30 ദശലക്ഷം ടണ്ണിൽ നിന്ന് കുറഞ്ഞത് 36,000 കോടി രൂപയുടെ സാധനം വേർതിരിച്ചെടുക്കാൻ കഴിയും. അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവില അനുസരിച്ചാണെങ്കിൽ ഈ ആസ്തി മൂല്യം പിടിച്ചെടുത്ത് നിന്നെന്ന് വരില്ല. മിൽ ടൈലിങ്ങുകളായി മാറിയ പലേഡിയവും റോഡിയവും ഇപ്പോഴത്തെ വിപണി മൂല്യം അനുസരിച്ചാണെങ്കിൽ ആസ്തി മൂല്യത്തിൽ വൻ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. സ്വർണ്ണവില 22 ക്യാരറ്റിന് ഗ്രാമിന് 9,000 രൂപയിൽ എത്തിയതിനാൽ ടണ്ണിന് 2 ഗ്രാം വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പോലും അത് വലിയ ലാഭമായിരിക്കും ലേലം പിടിക്കുന്നവർക്ക് നൽകുക. ഈ കണക്കുകൾ കേട്ട് കിളിപോയ അവസ്ഥയിലാണ് സർക്കാരുകൾ പോലും ഇപ്പോൾ ഉള്ളത്. ഒരിക്കൽ നിർത്തിപ്പോയി എന്നതുകൊണ്ട് KGF എന്ന ബ്രാൻഡ് നെയിമിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നത് അതിശയകരം തന്നെയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഓടിപ്പോയി KGF കുഴിച്ചു നോക്കാമെന്ന് കരുതി ആരും അങ്ങോട്ട് ചെല്ലണ്ട. നാൾക്ക് നാൾ ഉയരുന്ന മൂല്യവുമായി സിനിമയിലെ റോക്കി ബായിയെ പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന സാക്ഷാൽ KGF ഇപ്പോൾ ഉള്ളത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലാണ്. നിങ്ങളിപ്പോൾ കണ്ടതാണ് ഒറിജിനലായി KGFൽ സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനം. വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ റീലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.